ഞാനെപ്പോഴും നമുക്ക് അഭിനയിക്കാൻ ചാൻസ് വെച്ചാൽ ഓഡിഷൻ വീഡിയോ അയക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ ദയവിത് അലറി അഭിനയിക്കല്ലേ, ഉം. കരഞ്ഞ് അഭിനയിക്കല്ലേ. നാച്ചുറലി നിങ്ങൾ വീട്ടിൽ അമ്മയായിട്ടുള്ള സംസാരം ഷൂട്ട് ചെയ്ത് അയക്കും. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കാമുകിയായിട്ടുള്ള ഒരു കാഷ്വൽ ടോക്ക്. അതിലാണ് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നത്. അല്ലാതെ അലറി ഇപ്പോഴും ഭയങ്കര അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര കരഞ്ഞ് അലറി വിളിച്ച് ആ ഒരു കുഷ്ഠരോഗി അഭിനയം കിടക്കുന്നുണ്ട് എവിടെയോ. അത് ഉം, ഉം. നിവിനൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയാലോ, നമുക്ക് ഈസി അല്ല. അതിന്റെ ഒരു ടൈമിംഗ് പോലും ഭയങ്കര ഫാക്ടർ ആണല്ലോ. ടൈമിങ്ങും അതൊരു ടാലന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ഉം. ടാലന്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ലാൽ സാറിന് അത് അതിഗംഭീരമായിട്ടുണ്ട്. ഉം. അപ്പോ എന്നാൽ മാത്രം ആ സീനൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് ആണ്. നമ്മൾ എഴുതുന്ന സീനൊന്നും ഇമേജിലി കിട്ടിയില്ലെങ്കിൽ വേസ്റ്റ് ആണ്. അപ്പോൾ ഇവർ എൻജോയ് എന്ന് പറയുന്നത് ഉം. അവരറിയാതെ അവർക്ക് ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് ശരിക്കും. അത് വളരെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ളൂ. ഉം. മലയാള സിനിമയിൽ നിവിന്റെ ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും നന്നായി ഹ്യൂമർ ചെയ്യുന്നത് വിത്തൗട്ട് ഡൗട്ട് നിവിൻ തന്നെയാണ്. ഒരു സംശയവുമില്ല. ആ ഹ്യൂമർ ചെയ്യാന്നുള്ളത് അത്രയും എഫേർട്ടുള്ള കാര്യമാണ്. നമുക്ക് ആസ് എ ക്രിയേറ്റർ നമുക്ക് ഇപ്പുറത്ത് മനസ്സിലാവും ക്യാമറയ്ക്ക് പുറകെ നിൽക്കുമ്പോൾ. അപ്പോൾ അച്ഛനായാലും ഇപ്പോൾ ചിന്തിക്കുമ്പോഴും ലാൽ സാറിന്റെ പടങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റ്